ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരുന്ന് മടുത്തല്ലേ? എന്നാൽ നമുക്കൊരു യാത്ര പോയാലോ? മുംബൈയിലെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മനം കുളിർക്കുന്ന പച്ചപ്പിലേക്കുള്ള ഒരു യാത്ര. മാഥേരാൻ. മുംബൈയിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് ഈ ഹിൽ സ്റ്റേഷൻ. മഴക്കാലമാകുന്നതോടെ ഇവിടുത്തെ കാടുകളും മലകളും പച്ചപ്പ് കൊണ്ട് നിറയും. വെള്ളിപ്പാദസരങ്ങൾ പോലെ മലകളിൽ നിന്നും അരുവികളിൽ ഒഴുകും. മാഥേരാനിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. നോൺ മോട്ടോർ സോൺ ആണ് ഇവിടം. നമ്മുടെ വാഹനത്തിലെത്തി പ്രവേശന കവാടത്തിൽ നിന്നും ടിക്കറ്റ് വാങ്ങി കാൽനടയായോ കുതിരപ്പുറത്തോ ആളുകൾ വലിക്കുന്ന വണ്ടിയിലോ വേണം നമുക്ക് ഇവിടുത്തെ വ്യൂ പോയിന്റുകളിലേക്കും മറ്റും എത്താൻ. ലോക്ക്ഡൗണിന് മുൻപ് നെരാൽ സ്റ്റേഷനിൽ നിന്നും മാഥേരാനിലേക്ക് ടോയ് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. മലഞ്ചെരിവുകളിലൂടെയുള്ള ഈ ട്രെയിൻ യാത്ര സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ യാത്ര ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നെരാളിൽ നിന്നും ഹെയർപിൻ വളവുകൾ കയറി മുകളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആകെ കോടമഞ്ഞ് നിറഞ്ഞിരിക്കും. ഇനി മാഥേരാനിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നടക്കാം. മാഥേരാനിലെ അമൻ ലോഡ്ജ് സ്റ്റേഷനാണിത്. സാധാരണ സഞ്ചാരികളെ കൊണ്ട് നിറയുന്ന ഈ സ്റ്റേഷൻ ഇന്ന് ഏറെക്കുറെ വിജനമാണ്. ഇവിടെ നിന്നും മാഥേരാൻ മാർക്കറ്റിലേക്ക് ടോയ് ട്രെയിൻ ട്രാക്കുകളിലൂടെ നടക്കുമ്പോൾ ഇരുവശങ്ങളിലും മരങ്ങളിൽ ചാടിക്കളിക്കുന്ന കുരങ്ങന്മാരെ നമുക്ക് കാണാം. ഒരു രാത്രി നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി പച്ചപ്പിൻ്റെ മടിയിൽ ക്യാമ്പ് ചെയ്യാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. മാഥേരാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ലോക്ക്ഡൗണിനെ തുടർന്ന് സർവീസ് നിർത്തിയ ടോയ് ട്രെയിൻ സഞ്ചാരികളെ കാത്ത് കിടക്കുന്നത് കാണാം. മാഥേരാനിൽ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് ഷാർലറ്റ് ലേക്ക്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ലേക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു വശ്യതയുണ്ട്.
ഇക്കോ പോയിന്റ്, ഹണിമൂൺ പോയിന്റ്, ലൂയിസ പോയിന്റ് അങ്ങനെ തുടങ്ങി 10ലേറെ വ്യൂ പോയിന്റുകളാണ് മാഥേരാനിൽ ഉള്ളത്. സഹ്യപർവ്വതത്തിൻ്റെ സൗന്ദര്യവും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങളും എല്ലാം ഇവിടെ നിന്നാൽ കൺകുളിർക്കെ കാണാം. മഴയ്ക്ക് ശേഷം ഇളം വെയിൽ വന്നതോടെ വ്യൂ പോയിന്റുകളിലെ പച്ചപ്പിൽ പൂക്കൾ വിടർന്നു നിൽക്കുന്നു. പൂക്കളും കോടമഞ്ഞും വെള്ളകെട്ടിയ അരുവികളും എല്ലാം ചേർന്ന മനോഹര കാഴ്ച. അതെ, മാഥേരാൻ വശ്യസുന്ദരിയാണ്.